ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് വെറൈറ്റി ആയിട്ടുള്ളൊരു ബജികളുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരൊറ്റ മാവ് കൊണ്ട് ഞാനിപ്പോൾ 9 രീതിയിൽ ബജി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജികളാണ് കേട്ടോ ഇത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇതിനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് എടുക്കാനും കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ബജി ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനിവരുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ എന്തെല്ലാം നോക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് മുട്ട ബജി റെഡിയാക്കാനായിട്ട്. കോഴിമുട്ട, പിന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 2 പച്ച നേന്ത്രപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പച്ച നേന്ത്രപ്പഴമൊക്കെ ബജിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉള്ളി, പിന്നെ അത് 3 ബജി മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ നമുക്ക് കുറച്ച് മാത്രം മതി. പിന്നെ ഇപ്പോൾ 2 വഴുതനങ്ങ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് 9 ഐറ്റംസാണ് ഞാനിപ്പോൾ ബജി റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഈ മുട്ട എടുത്തിട്ട് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അത് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ബൗളിലേക്ക് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബജി ആകുമ്പോൾ കടലമാവല്ലേ ടേസ്റ്റ് ഉണ്ടാകും, കടലമാവിലല്ലേ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അളവൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾ എത്ര ഐറ്റംസ് ഉണ്ടാക്കുന്നു, എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് വേണം അതിലേക്കുള്ള വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് കടലപ്പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അതിനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി മാക്സിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ബജിക്ക് ഒറിജിനലായിട്ട് ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയിപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ സാധാ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ടെടുക്കാം. ഞാനിപ്പോൾ സാധാ മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ബജി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റണം. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ വേണ്ടത്. അപ്പോൾ വെള്ളം അധികം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ബാറ്റർ അധികം ലൂസ് ആവാതെ ശ്രദ്ധിക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ ബാറ്റർ വേണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി അപ്പക്കാരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ ബാറ്ററിലാണ് എല്ലാ ഐറ്റംസും നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഈ ഒരു ബാറ്റർ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കോളിഫ്ലവർ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അത് അവിടെ മാറ്റി വെക്കുക. നമുക്ക് ലാസ്റ്റ് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അതുവരെ അതൊന്ന് ചൂടുവെള്ളത്തിൽ കിടക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ വഴുതനങ്ങയാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ അത് വഴുതനങ്ങ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വട്ടത്തിൽ വേണം വഴുതനങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ അയ്യേ വഴുതനങ്ങ എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് വഴുതനങ്ങയാണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബജി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാനുള്ള ഭംഗിയും കൂടി ആകുമ്പോൾ ഒന്ന് ഇതുപോലെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണേ. ഇതിപ്പോൾ ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അത് ആ ബാറ്ററിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കുക.
എന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം. എന്നിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ. തീയൊന്നും കുറച്ച് കൊടുക്കരുത്. ഏകദേശം തീ കൂട്ടിയിട്ട് തന്നെ വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബാറ്റർ ലൂസായിട്ടുണ്ടെങ്കിൽ ഒരു മാവും ആ ഒരു ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് 2-3 ടേബിൾ സ്പൂണുകളൊക്കെ മൈദയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററി ലൂസാവുന്ന സമയത്താണ് അതിൽ നിന്നും ആ ഒരു മാവ് സെപ്പറേറ്റ് ആയിട്ട് മാറുക. അപ്പോൾ അതൊന്ന് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതുപോലെ 2 ഭാഗം ഒന്ന് മൊരിയിച്ചിട്ട് എണ്ണയിലൊന്ന് കോരി മാറ്റുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ബജിമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബജിമുളകിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത മുളകാണെന്നാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഉള്ളിലുള്ള സീഡൊക്കെ കളയാണ്, എരിവുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനുള്ളിലുള്ള സീഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാലയൊക്കെ ആക്കിയിട്ടൊക്കെ ഇത് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ ഇതുപോലെ മാവിൽ ഒന്ന് ബജിമുളക് ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ബാറ്റർ ആവുന്നത് വരെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റ് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ 2 ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കാൻ പറ്റും കേട്ടോ. ഫ്രൈ ആക്കൽ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ അതും എണ്ണയിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാനിപ്പോൾ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതുപോലെ വട്ടത്തിൽ വേണേൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സീഡൊക്കെ കളയാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇനി നമുക്കിതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് തന്നെ മുക്കിയെടുത്തിട്ട് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത് ഐറ്റംസ് ഫ്രൈ ആക്കുന്ന സമയത്തും ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആ ബാറ്ററി എത്തിക്കും വേണം കേട്ടോ. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 ഭാഗവും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മൊരിയിച്ചിട്ട് വേണം എടുക്കാൻ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പച്ച നേന്ത്രപ്പഴമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറം ഭാഗത്തുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറുള്ള തോലുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെയിം സ്റ്റെപ്പ് തന്നെ ആ ഒരു മാവിൽ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് തന്നെ വേവിച്ച് മൊരിയിച്ചതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ പച്ച നേന്ത്രപ്പഴത്തിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ പീൽ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓവർ നേരിയതാക്കണ്ട കേട്ടോ. ചെറിയൊരു തിക്നെസ്സിൽ വേണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതുപോലെ സെയിം സ്റ്റെപ്പ് തന്നെ ബാറ്ററിൽ നന്നായിട്ട് തന്നെ മുക്കിയെടുക്കുക. ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും മൊരിയിച്ചതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടല്ലോ, ഉള്ളിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് റിങ്സ് ആക്കിയിട്ട് എടുക്കില്ല, അത് ആ ഒരു രീതിയിൽ എടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഓരോ റിങ്സ് ആയിട്ട് വേണം കേട്ടോ നമുക്ക്, ഓരോ റിങ് ആയിട്ട് വേണം നമുക്ക് ഒരു മാവിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓനിയൻ റിങ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ 2 ഭാഗം മൊരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാവിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഇതുപോലെ മാവിൽ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് എല്ലാ ഐറ്റംസും ഓരോന്നും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ഉണ്ടായപ്പോൾ കേട്ടോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗം മൊരിയിച്ചിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് മുട്ട പുഴുങ്ങിയത് ഞാൻ സെൻറ്ററിൽ നിന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതും ഇതുപോലെ സെയിം ആയിട്ട് തന്നെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട ബജി 2 രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു മാവ് കൊണ്ട് തന്നെ 2 രീതിയിലും മുട്ട ബജി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സെയിം സ്റ്റെപ്പായിട്ട് തന്നെ ആ ഒരു മാവിൽ ഡിപ്പ് ചെയ്യുക, ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവർ പഴുത്ത നേന്ത്രപ്പഴം ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു മധുരം ഉണ്ടാവും. നമ്മൾ ആ മാവിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് ചെറിയൊരു എരിവ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു സ്റ്റെയിമിലിനെ മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം മൊരിഞ്ഞ് വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അത് ഞാനിപ്പോൾ കോരി എടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്യാപ്സിക്കം ഫ്രൈ ആക്കിയതാണ്. ഇത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണ്. ഇനിയിപ്പോൾ അടുത്തത് ഒനിയനാണ് കേട്ടോ. ഒനിയൻ റിങ്സ് ആണ്. ഇനിയിപ്പോൾ ഇത് പച്ച നേന്ത്രപ്പഴത്തിൻ്റെ ഫ്രൈ ആണ് കേട്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വഴുതനങ്ങ. ഇത് പഴുത്ത നേന്ത്രപ്പഴം ഫ്രൈ ആക്കിയതാണ്. ഇനിയിപ്പോൾ അടുത്തത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതാണ്. ഇത് മുളക് ബജിയാണ് കേട്ടോ. ഇത് അടുത്തത് മുട്ട ബജിയാണ്. മുട്ട ഫ്രൈ ആക്കിയതാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും 9 ഐറ്റംസും ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. തക്കാളിയും വലിയുള്ളിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് സുർക്കയും കൂടെ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തതാണ്. ആ ഒരു സോസിൻ്റെ റെസിപ്പിയും ആ ഒരു പച്ച നേന്ത്രപ്പഴത്തിൻ്റെ ബജിയുടെ റെസിപ്പിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാ ബജികളും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ.